പെരുവയൽ പഞ്ചായത്തിലെ ഉമ്മളത്തൂർ താഴം കരിയാത്തൻകാവ് റോഡ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പിടൽ പ്രവൃത്തി നടത്താനായി കുഴിച്ചത് നാട്ടുകാർ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കി. ഏറെക്കാലം ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിൽ കുഴിയെടുത്തത് കാരണം വർഷങ്ങളായി ബുദ്ധിമുട്ടുകയാണ് ഉമ്മളത്തൂർ കരിയാത്തൻകാവ് റോഡിലൂടെയുള്ള നാട്ടുകാർ. നിരവധി തവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രദേശത്തൂടെ യാത്ര ദുരിതമായപ്പോൾ നാട്ടുകാർ തന്നെ പണം സ്വരൂപിച്ച റോഡ് പണി നടത്തുകയാണ് ഇപ്പോൾ. വിദ്യാലയം തുറന്നോടെ വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. പ്രദേശത്തെ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ആവശ്യാർത്ഥം ഒരു 2-2.25 വർഷമായിട്ട് ഈ കുഴി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് നമ്മുടെ ഉമ്മളത്തൂർ റോഡിൽ നിന്ന് കരിയാത്തൻകാവിലേക്ക് പോകുന്ന റോഡും അതിനോടനുബന്ധപ്പെട്ട ഒരു പോക്കറ്റ് റോഡ്, 2 റോഡുകളാണ്. ഈ നാട്ടിലെ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളായ ഞങ്ങളെല്ലാവരും കൂടെ പൈസ എടുത്തിട്ട് ഒരു 26 ചാക്ക് സിമെൻ്റായി ഇപ്പം മൊത്തം ഇനി അങ്ങോട്ടും കൂടെ ചെയ്തതുണ്ട്. അതിപ്പോൾ 2 ആഴ്ചയായി ഇതിൻ്റെ 4 ആളെ പണിക്കും വെച്ചിട്ട് ഞങ്ങൾ പൈസ എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. നാട്ടുകാരുടെ പൈസ, ഈ ജനങ്ങൾ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങൾ മൊത്തം പൈസ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. 26 ചാക്ക് സിമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആയല്ലോ. അത്രയും പൈസ ഞങ്ങൾക്ക് ചെലവാക്കിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി ഇതില് പിന്നെ കുടിവെള്ള പദ്ധതി ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, പഞ്ചായത്തല്ല ആര് വന്നാലും ഈ റോഡ് കുത്തിപ്പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കുത്തിപ്പൊളിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ എന്താ വെച്ചാൽ അത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അതിന് നന്നാക്കാനുള്ള മെറ്റീരിയൽസ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഈ റോഡിന് മുകളിലൂടെ ഞങ്ങൾ ഈ നാട്ടുകാർ സമ്മതിക്കുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ പഞ്ചായത്ത് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അത് ഏറ്റവും പെരുവയൽ പഞ്ചായത്ത് പറയുകയാണെങ്കിൽ എന്താ നമുക്കറിയില്ല. നമ്മളെ ഈ വാർഡിനോടുള്ള പിച്ചാണോ എന്താന്നുള്ള അറിയില്ല. ഈ ഭാഗത്ത് എന്തായാലും തഴഞ്ഞ മാതിരിയാണ്. ഈ ഭാഗത്ത് ഇത്രയും കാലമായിട്ട് ഞങ്ങളെല്ലാവരും വണ്ടി കൊണ്ടുപോകുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊക്കെ ഭീമമായ നഷ്ടമാണ് വാഹനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വരുന്നത്. അത് കാരണം പഞ്ചായത്ത് കാണാത്ത റോഡൊന്നുമല്ലത്. ഇത് കുറെ പൂർവികമായ റോഡാണ്. റോഡാണ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നും പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ പ്രാവശ്യം നോക്കിയിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കൂടെ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ ഒരു റെസിഡൻസിന്റെയോ ഒന്നും പിൻബലമില്ലാതെ ഞങ്ങളെല്ലാവരും കൂടെ ഇതിൽ പല സംഘടനപ്പെട്ട ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. നാട്ടുകാർ എന്നുള്ള നിലയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. വെള്ളിപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല. കാരണം ഓല് പറഞ്ഞത് ഞങ്ങൾക്ക് അതിന്റെ പേർപ്പാട്സ് വാങ്ങി നിർമ്മിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊന്നും വിചാരിച്ചില്ല. റോഡ് നിങ്ങൾ എന്ന് നന്നാക്കുന്നോ അന്ന് ഞങ്ങൾക്ക് അതിൽ ഓട്ടോ വരാൻ പറ്റുന്നത്. അപ്പോൾ ഒരാൾക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ വരെ ഒരു വണ്ടി കയറി പോകാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഇനി റോഡിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ പുനർനിർമ്മാണം നടത്തി മുന്നോട്ടു പോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ACV ന്യൂസ്, കോഴിക്കോട്.